അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നാളെ മുതൽ നമ്മുടെ മദ്രസയിലെ പാദവാർഷിക പരീക്ഷകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ അഖീദയാണ് എക്സാം. അപ്പോൾ അഖീദയുടെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി വായിച്ച് പഠിച്ചിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2023 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയിലെ അഖീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ശരിക്ക് നേരെ ശരി അടയാളപ്പെടുത്താം, അടയാളം നൽകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും തിന്മ നിറഞ്ഞതാവണം, നന്മ നിറഞ്ഞതാവണം. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എങ്ങനെയുള്ളതാവണം? നന്മ നിറഞ്ഞതാവണം അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ എന്ത് സംഭവിക്കുന്നത്? ഉത്തരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ജീവിക്കുന്നത്, മരിക്കുന്നത്. എന്താണ് റൂഹ് പിടിക്കുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്നത്? മരിക്കുന്നത് അല്ലേ? റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നവർ. ജിബ്രീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആരാണ് നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. എല്ലാം അറിയുന്നവൻ. മലക്കുകൾ, അല്ലാഹു. ആരാണ് എല്ലാം അറിയുന്ന ആള്? അല്ലാഹു. ഇനി അവസാന ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ, മനസ്സ് കൂടിയേ തീരൂ. എന്താണ് വേണ്ടത്? നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ. കണ്ടോ? സിമ്പിളാണല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവരുടെ ജോലികൾ എഴുതാം. ഇവിടെ നമുക്ക് 5 മലക്കുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അവരുടെ ജോലികൾ നമ്മൾ എഴുതണം. 1, അസ്രായീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? അസ്രായീൽ അലൈഹിസ്സലാമാണ് റൂഹ് പിടിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെഴുതണം? റൂഹ് പിടിക്കുന്ന മലക്ക്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? സൂർ എന്ന കാഹളത്തിൽ ഊതൽ അല്ലേ? സൂർ എന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. 3, മീകായിൽ അലൈഹിസ്സലാം എന്താണ് ജോലി ചെയ്യുന്നത്? കാറ്റ്, ഇടി, മിന്ന്, മഴ, ഭക്ഷണം മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഏതൊക്കെയാണ്? കാറ്റ്, ഇടി, മിന്നൽ, മഴ, ഭക്ഷണം മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. 4, മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്ക്. 5, റിൽവാൻ അലൈഹിസ്സലാമിൻ്റെ ഡ്യൂട്ടി എന്താണ്? സ്വർഗത്തെ കാക്കുന്ന മലക്ക്. സിമ്പിളാണല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. പൂർത്തിയാക്കാം. 1, നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ ഡാഷ്. എന്താണ് നന്മയുടെ പ്രതിഫലം? സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്, സ്വർഗം. 2, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി ഡാഷ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദുൻ. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. പോരായ്മയിൽ നിന്നെല്ലാം അല്ലാഹു ഡാഷ്. പോരായ്മയിൽ നിന്നെല്ലാം അല്ലാഹു വിട്ടു നിൽക്കുന്നു. 4, സ്വർഗവും നരകവും ഡാഷ്. എന്താണ്? സ്വർഗവും നരകവും അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നാലാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഉത്തരം എഴുതാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം. മനുഷ്യരുടെ ഇടത് ഭാഗത്തെ മലക്ക് എഴുതും എന്ത്? ഇടതു ഭാഗത്തെ മലക്ക് തിന്മ രേഖപ്പെടുത്തും അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം. ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചെയ്യുന്ന 2, ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്തെല്ലാം ചോദിക്കും? ഖബറിൽ വെച്ച് മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്തെല്ലാം ചോദിക്കും? റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ചോദിക്കും അല്ലേ? റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ചോദിക്കും. 3, എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത്? സിമ്പിളാണ്. പ്രകാശം കൊണ്ട് അല്ലേ? പ്രകാശത്താൽ പടക്കപ്പെട്ട ചില പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഓർക്കുന്നുണ്ടല്ലോ. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ഈമാൻ എന്നാൽ എന്താണ്? എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് ഈമാൻ. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം വ്യക്തമാക്കാം. ഒന്ന് സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. എങ്ങനെയാണ് സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കൽ? നല്ല രൂപത്തിൽ വന്നുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കൽ. രണ്ട്, അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപമോ? ഭീകര രൂപത്തിൽ വന്ന്, അല്ലേ? ഭീകര രൂപത്തിൽ വന്ന് ഭയങ്കര ഹാർഡായിട്ടാണ് അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മൂന്നാം ക്ലാസ്സുകാരുടെ അക്കീദയുടെ പരീക്ഷ അത്രക്കും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ചു പഠിക്കുക. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് എടുക്കുക. ഇത് മാത്രമേ ചോദിക്കൂ എന്നുള്ളൊരു ധാരണ ആർക്കും പാടില്ല. ഇത് ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതിനൊരു മോഡലായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഈ രൂപത്തിലെല്ലാം നിങ്ങൾ പാഠഭാഗങ്ങൾ വായിച്ചു പഠിക്കുക. ഓക്കെ? അപ്പോൾ എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നന്നായി പരീക്ഷ എഴുതാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.